കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ നേട്ടം പാലക്കാട് ജില്ലയിൽ UDFന് ഉണ്ടായിട്ടുണ്ട്. DCC പ്രസിഡന്റ് എ തങ്കപ്പനാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചില നേട്ടങ്ങളുണ്ടായി. ജില്ലാ പഞ്ചായത്ത് ഭരണമാറ്റം എന്നതിനപ്പുറം കുറച്ച് സീറ്റുകൾ കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞല്ലേ? കഴിഞ്ഞ വർഷം ഒരു 3 UDFന് കിട്ടിയത് 3 എണ്ണമാണ്. ഇപ്പോൾ 11, 12 വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്ത്, ധാരാളം പഞ്ചായത്തുകൾ 1-2 എണ്ണമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പോയതൊക്കെ ഒരു വോട്ടിന് നഷ്ടപ്പെട്ട നമ്മുടെ നിലവിലുള്ള പഞ്ചായത്തുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വരെ കിട്ടാത്ത ധാരാളം പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 23 പഞ്ചായത്ത് പറയണത് സ്വാഭാവികമായിട്ടൊരു 30-33 വരെ 37 വരെ പഞ്ചായത്ത് നമുക്ക് കിട്ടും. പെരുങ്ങോട്ടുരുശ്ശി പഞ്ചായത്ത് തന്നെ നമ്മൾക്ക് ഏകദേശം ഒപ്പമാണ്. അത് വേണ്ടി വന്നാൽ അത് കിട്ടത്തക്ക വിധത്തിലുള്ള സംവിധാനമുണ്ട്. ഈ പെരുങ്ങോട്ടുരുശ്ശി പഞ്ചായത്ത് ഈ കോൺഗ്രസ് വിമതനായ AV ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ ആണ് മത്സരം നടന്നത്. അദ്ദേഹം പരാജയപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോൾ ഭരണം LDFനായാണ് മേൽക്കൈയുള്ളത്. സ്വതന്ത്രർ നിങ്ങളെ പിന്തുണച്ചു കഴിഞ്ഞാൽ തുല്യമാകും, അങ്ങനെയാണോ? 100% സ്വതന്ത്രർ ഇപ്പോൾ ഒപ്പം വരുന്നത്. ഒരു സ്വതന്ത്രർ പറഞ്ഞാൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്രനാണ്. അതിലേക്ക് ഒപ്പം വരുന്നത് വേണമെങ്കിൽ നമുക്ക് കിട്ടാം. പക്ഷേ LDFൻ്റെ വോട്ട് അതിനേക്കാളും മുന്നിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പിന്നെ ഗോപിയുടെ കൂടെയുള്ള 3 പേരും കൂടിയിട്ടാണ് ഒപ്പം വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഒന്ന് മാത്രമല്ല, നമ്മൾ പുതുക്കോട് തിരിച്ചു പിടിച്ചു, വടക്കഞ്ചേരി കിട്ടാൻ പോകുന്ന ഈക്വൽ, അതാണ് ഈ കണക്കിൽ വരാത്തത്. അതുപോലെ തന്നെ ഇവിടെ ചലവറ ഒപ്പമാണ്. അങ്ങനെ 6-7 പഞ്ചായത്ത് ഒപ്പമാണ്. അതാണ് കണക്കിൽ വരാത്തത്. എങ്കിൽ പോലും അതൊക്കെ തിരിച്ചു കിട്ടാത്തക്ക വിധത്തിലുള്ള ടോസിൽ നിൽക്കുന്ന 4-5 പഞ്ചായത്തുണ്ട്. എങ്കിൽ 23 ഒരു 30-37-40 അടുത്ത് വരെ UDFൻ്റെ വിജയം പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 3 ഈ 12 എത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഇർക്കാട് വിജയം വന്നിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് വന്നിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തും അഗളി നമ്മൾ വിജയിച്ചു, മറ്റം കൊപ്പം വിജയിച്ചു. അങ്ങനെ മൊത്തമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് നല്ല വിജയമുണ്ട്. തൃത്താല ഒപ്പമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിതി. അപ്പോൾ എങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഒരു മുനിസിപ്പാലിറ്റി നമ്മൾ 3 മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി ആർക്കും വിജയമില്ലാതെ നിൽക്കുകയാണ്. ഇവിടെ തന്നെ നമ്മൾ 2-3 വാർഡുകൾ തോറ്റത് 6-7 4 വോട്ടിന് 5 വോട്ടിന് അത് തോറ്റിരിക്കുന്നത്. അങ്ങനെ ചെറിയ വോട്ടിന് തോറ്റിരിക്കുന്നു. എങ്കിലും പാലക്കാട് ഇപ്പോൾ നല്ലൊരു വിജയം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ല. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. BJPയെ താഴെ ഇറക്കാൻ വേണ്ടി ഇപ്പോൾ സ്വതന്ത്രനായ റഷീദ് ഉണ്ട്. LDFൻ്റെ കൂടി പിന്തുണയോടുകൂടി BJPയെ താഴെ ഇറക്കാൻ അങ്ങനെ എന്തെങ്കിലും ശ്രമം നടക്കുമോ? എന്തായാലും അതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ആലോചിച്ചിട്ടില്ല. നമ്മുടെ നേതാക്കന്മാരൊക്കെ ആലോചിച്ച് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും. അല്ലാതെ BJP വരണ്ടെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം കളഞ്ഞിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി വേണമെന്നില്ല. എന്തറിയോ, നമ്മളിതുപോലെ ചില സ്വതന്ത്രന്മാരെ പിടിച്ചു നിന്നിട്ട് 1-2 മുതലമട പഞ്ചായത്ത് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അതോടുകൂടി നമ്മുടെ മൈനസായിക്ക് പോയത്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ആവാനും പാടില്ല. അത് നോക്കി ആലോചിച്ച് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. അതിൻ്റെ ഈ ചർച്ച KPCC തലത്തിൽ നടക്കണം, പിന്നീട് CPM ആയിട്ട് ചർച്ച നടക്കണം. അല്ല, അത് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റൂ. ഒരു ഇതിനു വേണ്ടി മാത്രം നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിട്ട് ഒരു ചർച്ച നടത്തി അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി കിട്ടിയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പാർട്ടിയുടേതായിട്ട് നിലപാടും പാർട്ടിയുടെ നേതാക്കന്മാരോട് ആലോചിച്ചിട്ട് വേണ്ട തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ ഈ പട്ടാമ്പിയും ചിറ്റൂരും തിരിച്ചു പിടിച്ചു. എന്നാൽ ഷൊർണൂർ, ഒറ്റപ്പാലം നഗരസഭകളിൽ 2ാം സ്ഥാനത്ത് BJP ആണ് ഉള്ളത്. അവിടെ UDFൻ്റെ പെർഫോമൻസ് താരതമ്യേന മോശമാണ്. BJP ആണ് അത്തരം നഗരസഭകളിൽ വലിയ മുന്നേറ്റം. ശരിയാണ്, നിങ്ങളില്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒറ്റപ്പാലം നന്നായി മെച്ചപ്പെടണമായിരുന്നു. അത് ചെറിയൊരു തകരാറ് കൊണ്ട് പോയതാണ് ഒറ്റപ്പാലം. ഷൊർണൂർ അതല്ല, അത് ശരിയാണ്, അത് പോയിട്ടുണ്ട്. പക്ഷേ ഒറ്റപ്പാലത്ത് ചെറിയൊരു പിഴവ് കൊണ്ട് മാത്രമാണ്. ബാക്കിയൊന്നും അവിടെ BJP വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ കൊഴിഞ്ഞാമ്പാറ അടക്കമുള്ള ഭാഗങ്ങളിൽ വിമതരുമായിട്ട് CPM വിമതരുമായിട്ട് മത്സരിച്ചിരുന്ന ഈ CPM വിമതരുടെ ആയിട്ടുള്ള ഒരു സഹകരണം നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ? പൊതുവേ ജില്ല മൊത്തം നോക്കുമ്പോൾ ഉണ്ടല്ലോ ഗുണം. ഈ പറയുന്ന മണ്ണാക്കട മേഖലയിലൊക്കെ ഇതുപോലെ ധാരാളം കാരാകുറിശി, കാഞ്ഞിരപ്പുഴ ഒക്കെ പിടിച്ചെടുത്ത. കാഞ്ഞിരപ്പുഴ, കാരാകുറിശി, തച്ചമ്പാറ ഇപ്പം നിലവിലുള്ളായിരുന്നു. അതുപോലെ തന്നെ കല്ലടിക്കോട്, അതൊക്കെ കരിമ്പ, അതെല്ലാം തിരിച്ചു വന്ന് കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പം അട്ടപ്പാടി, അതുപോലെ തന്നെ അഗളി, ഷോളയൂരൊക്കെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ധാരാളം ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി, പഞ്ചായത്ത് കിട്ടി, അങ്ങനെ പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെച്ചമുണ്ട്. അത് അങ്ങനെയൊന്നല്ല. ഇത് നമ്മളങ്ങനെ അത് പറയല്ലോ. അതുപോലെ വടകരപ്പതി വളരെ കാലത്തിന് ശേഷം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കൊഴിഞ്ഞാമ്പാറ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്.
മെച്ചമൊക്കെ ഉണ്ട്. എല്ലാവരും നമ്മൾ ഒന്നാമത് ഈ ഭരണത്തിനെതിരായിട്ടുള്ള വികാരമാണ് നമുക്ക് മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കാൻ കാരണം. ഈ മൊത്തം സംസ്ഥാനത്ത് നോക്കുമ്പോൾ LDF കുറച്ചെങ്കിലും ഒരു നില മെച്ചപ്പെടുത്തി എന്ന് പറയാവുന്നത് പാലക്കാടാണത്. ഒരു ഇടത് കോട്ടയായിട്ടും അവർക്ക് പിന്നെ മൊത്തം നോക്കുമ്പോൾ ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്? 100% തിരിച്ചടിയാണല്ലോ. LDF എവിടെ കിട്ടി? അവർ 2 മുനിസിപ്പാലിറ്റി നമ്മൾ പിടിച്ചെടുത്തില്ലേ? ആ ജില്ലാ പഞ്ചായത്ത് 3 അപ്പോൾ LDF തിരിച്ചടി തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല തിരിച്ചടി LDFന് കിട്ടിയിട്ടുണ്ട്, തർക്കമൊന്നും വേണ്ട. ഇപ്പോൾ ഈ വിജയം നിയമസഭയിലേക്കുള്ള ഒരു ആത്മവിശ്വാസമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്? 100% ആത്മവിശ്വാസം കാണുന്നുണ്ട്. നല്ലൊരു വിജയം പാലക്കാട് ജില്ലയിലുണ്ടാവും. എന്തായാലും UDFന് കൂടുതൽ നഗരസഭകൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ നേടാൻ കഴിഞ്ഞു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടിയുള്ള ഒരു മുതൽക്കൂട്ടാണ് എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഷിജു ചെറ്റൂരിനൊപ്പം സാജിദ് ജ്മൽ, മീഡിയ 1 പാലക്കാട്.